ഗുഡ് ഈവനിങ് ആൾ. അപ്പം നമുക്ക് സർ ഇതിനായിട്ട് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് സർ. എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ് സർ, കേൾക്കാം. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ എല്ലാവരും? യെസ് സർ, കാണാം. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് പൈപ്പിന്റെ പ്രോബ്ലംസ് ആയിരുന്നു, പൈപ്പ് ആൻഡ് സിസ്റ്റംസ്. അപ്പോൾ അതില് ഒരു ഡൗട്ട് ഒരാൾ ചോദിച്ചു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കുണ്ട്. അപ്പൊ അതും കൂടെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതായത് പൈപ്പ് എ ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 5 minutes, പൈപ്പ് ബി ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 10 minutes. ഇഫ് ബോത്ത് പൈപ്സ് ആർ ഓപ്പൺഡ് ദ ടാങ്ക് വിൽ ബി ഫുൾ ഇൻ ഡാഷ് മിനിറ്റ്സ്. ഈ ഒരു ടൈപ്പില് നമ്മൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണിത്. അതായത് എ എന്ന് പറയുന്ന പൈപ്പ്, ഇതിന്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. എ എന്ന് പറയുന്ന പൈപ്പ് 5 minute കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യുന്നു. ബി എന്ന് പറയുന്ന പൈപ്പ് 10 minutes കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് ഫില്ല് ആവുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എ എന്ന് പറയുന്നത് 5 minutes കൊണ്ട്, ബി എന്ന് പറയുന്നത് 10 minutes കൊണ്ടാണ് ഫില്ലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പൈപ്പിന്റെ ബി എന്ന് പറയുന്ന പൈപ്പിന്റെയും 1 minute വർക്ക് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 minute വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1 minute വർക്ക് എങ്ങനെയാ ചെയ്യാം? 5 minutes കൊണ്ടാണ് എ എന്ന് പറയുന്ന പൈപ്പ് ടാങ്ക് ഫില്ല് ചെയ്യുന്നെങ്കിൽ 1 minute കൊണ്ട് എത്ര പാർട്ട് ടാങ്ക് ഫില്ല് ചെയ്തിട്ടുണ്ടാവും? 1/5 പാർട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് എ എന്ന് പറയുന്ന ആളുടെ 1 minute വർക്ക്. അതേപോലെ ബി എന്ന് പറയുന്ന ആള് 10 minute കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന ആളുടെ 1 minute വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/10 ആയിരിക്കും. ഇത് ക്ലിയർ ആണല്ലോ? യെസ് സർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എയും ബിയും കൂടെ ചേർന്നിട്ടുള്ള 1 minute വർക്ക്, ഇത് എയുടെ ഇൻഡിവിജ്വൽ 1 minute വർക്ക്, ഇത് ബിയുടെ ഇൻഡിവിജ്വൽ 1 minute വർക്ക്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എയും ബിയും കൂടെ ഒരുമിച്ച് 1 minute വർക്ക് ചെയ്യുന്ന എത്രയായിരിക്കും ഇതിന്റെ 1 minute വർക്ക് എന്ന് പറയുന്നത്? 1/5 പ്ലസ് 1/10. അപ്പൊ ഇത് ശരിക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 10 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 50. ഓക്കെ, അപ്പോൾ ശരിക്കും 15 ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടും. ഇതാണ് എയുടെയും ബിയുടെയും 1 minute വർക്ക്. നമുക്ക് വേണ്ടുന്നത് എന്താ? ടാങ്ക് ഫില്ല് ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ശരിക്കും ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ടാങ്ക് ഫില്ലായോ ഇല്ലയോ എന്ന്. ടാങ്ക് ഫില്ല് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 1 കിട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് 5 minute കൊണ്ടാണ് ടാങ്ക് ഫില്ലാക്കുന്നതെങ്കിൽ എ 1 minute കൊണ്ട് 1/5 പോർഷൻ ഓഫ് ടാങ്ക് മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ. അപ്പൊ 1/5 പോർഷൻ ഫില്ല് ചെയ്താൽ പോരല്ലോ, ഫുള്ള് ഫില്ല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇത് ഫുള്ള് ഫില്ലായോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് 15 ഡിവൈഡഡ് ബൈ 50 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ശരിക്കും എത്ര കിട്ടണം? ഇവിടെ 1 കിട്ടണം. ഇവിടെ 1 കിട്ടണമെങ്കിൽ നമ്മൾ എന്തിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഇതിനെ 50 ഡിവൈഡഡ് ബൈ 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നോ അത്രയും സമയം കൊണ്ടാണ് ടാങ്ക് ഫില്ലാവുക. അപ്പൊ ശരിക്കും ഇതിനൊരു ഷോർട്ട് കട്ടും കൂടി ഉണ്ട്, ഇത് ഞാൻ പറഞ്ഞിരുന്നോന്ന് ഓർക്കുന്നില്ല. അതായത് ഇപ്പം എ എന്ന് പറയുന്നത് എക്സ് മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് ഫില്ല് ചെയ്യുന്നത്, ബി എന്ന് പറയുന്നത് വൈ മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് ഫില്ല് ചെയ്യുന്നതെങ്കിൽ എയും ബിയും കൂടെ കമ്പൈൻഡ് ആയിട്ട് എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ മിനിറ്റ്സ് കൊണ്ടായിരിക്കും ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. ഇതാണ് അതിനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതിപ്പോ നമ്മൾ 2 ടാങ്ക് മാത്രം ഉള്ളപ്പോൾ ഉള്ള ഫോർമുലയാണ്, 2 പൈപ്പ് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റിയ ഫോർമുലയാണ്. ഇതിൽ കൂടുതൽ പൈപ്സ് ഉണ്ടെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ നമ്മൾ ഈ ജനറൽ പ്രൊസീജിയറിൽ തന്നെ പോകേണ്ടി വരും. അതായത് 1 മിനിറ്റിലുള്ള വർക്ക് കാണാം, ഇൻഡിവിജ്വൽ ആയിട്ട് 1 മിനിറ്റിലുള്ള വർക്ക് കാണാം, കമ്പൈൻഡ് ആയിട്ട് 1 മിനിറ്റിലുള്ള വർക്ക് കാണാം. അതിനുശേഷം എന്ത് ചെയ്യുക? കമ്പൈൻഡ് ആയിട്ടുള്ള വർക്കിൽ റൈറ്റ് സൈഡിൽ 1 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിൽ കിട്ടുന്ന ആളുടെ നേരെ റെസിപ്രോക്കൽ എടുക്കുക. അതായിരിക്കും നമ്മുടെ ടോട്ടൽ ടൈം. ഇനി ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് അപ്പൊ എത്രയാ കിട്ടുക? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ 50. ഇത്രയും മിനിറ്റ് കൊണ്ടായിരിക്കും എന്ത് സംഭവിക്കുക? ആ ടാങ്ക് ഫിൽ ആവുക. ഇതേ പ്രൊസീജിയറിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: പൈപ്പ് എ ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 6 minutes. വാൽവ് ബി ക്യാൻ എംപ്റ്റി ദ ടാങ്ക് ഇൻ 8 minutes. If the pipe and valve are opened, the tank will be full in dash minutes. അപ്പോൾ ഇവിടെ 2 പൈപ്പുകളല്ല, ഒരു പൈപ്പും ഒരു വാൽവുമാണ്. അപ്പോൾ പൈപ്പ് എ എന്ന് പറയുന്നത് ടാങ്കിനെ ഫില്ല് ചെയ്യുന്നു, വാൽവ് എന്ന് പറയുന്ന ടാങ്കിനെ എംപ്റ്റി ചെയ്യുന്നു. പൈപ്പ് എ 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യും, പൈപ്പ് ബി 8 മിനിറ്റ് കൊണ്ട് ടാങ്ക് എംപ്റ്റി ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് തുറന്നു വെച്ച് കഴിഞ്ഞാൽ, പൈപ്പ് ഓപ്പൺ ആണ്, വാൽവ് ഓപ്പൺ ആണെങ്കിൽ ടാങ്ക് എപ്പോഴാണ് ഫുൾ ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇതും നമ്മളെ നേരത്തെ അതേ പ്രൊസീജിയറിൽ നമുക്ക് ചെയ്യാം. അതായത് എ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് ഫില്ല് ചെയ്യിക്കുന്നത്? 6 minutes കൊണ്ടാണ് ടാങ്ക് ഫില്ല് ചെയ്യിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന വാൽവ് എത്ര മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് എംപ്റ്റി ചെയ്യിക്കുന്നത്? 8 minutes കൊണ്ടാണ്. അപ്പൊ എംപ്റ്റി ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കാം, എംപ്റ്റി ആക്കുന്നതായതുകൊണ്ട്. കാരണം ഇത് ഫില്ല് ചെയ്യും, എ ഫില്ല് ചെയ്യിക്കും, ബി എംപ്റ്റി ആക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ട് ഓപ്പോസിറ്റ് പ്രോസസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എ എന്ന് പറയുന്നതിന്റെ 1 minute വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ 1 minute വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എ എന്ന് പറയുന്നത് 1 മിനിറ്റ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ 1/6 പാർട്ട് ടാങ്ക് ആണ് ഫിൽ ആവുക. ബി എന്ന് പറയുന്ന വാൽവ് 1 മിനിറ്റ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ -1/8 പാർട്ടാണ് എംപ്റ്റി ആവുക. അതായത് 1/8 പാർട്ട് എംപ്റ്റി ആവും. എംപ്റ്റി ആവുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മൈനസ് നിർബന്ധമില്ല, നിങ്ങളുടെ ഒരു ആ ലോജിക് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോ 1 മിനിറ്റ് എയും ബിയും വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? 1/6 -1/8. So this is equal to 8 - 6 divided by 6 into 8. അപ്പൊ എത്ര വരും? 2 divided by 48. 2 divided by 48 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 divided by 24. അപ്പൊ ശരിക്കും നമുക്ക് ടാങ്ക് ഫില്ല് ആവുകയാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കിട്ടിയ ആള് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ടാങ്ക് ഫില്ല് ആവുള്ളൂ. അതായത് ഇപ്പം നമ്മൾ എ എന്ന് പറയുന്ന ഒരു പൈപ്പും ബി എന്ന് പറയുന്ന ഒരു വാൽവും ഉണ്ട്. അപ്പൊ എ ഫില്ല് ചെയ്യിക്കുന്നതിനേക്കാൾ കൂടുതൽ റേറ്റിൽ ബി എംപ്റ്റി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആ ടാങ്ക് ഒരിക്കലും ഫില്ല് ആവില്ല. എ തുറന്നു വെക്കുന്ന എ എത്രത്തോളം ഫില്ല് ചെയ്യിക്കുന്നു അതിനേക്കാളും റേറ്റ് കൂടുതലാണ് ആ ബിയിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നെങ്കിൽ ആ ടാങ്ക് ഫില്ല് ആവുകയില്ല. അപ്പൊ ടാങ്ക് ഫില്ല് ആവണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടണം? ഇത് ഫൈനൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് കിട്ടണം. പോസിറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ടാങ്ക് ഫില്ല് ആവുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ ഇതിന്റെ ആൻസർ എത്രയാ വരിക? 1/24 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 24 മിനിറ്റിൽ എന്ത് ചെയ്യും? ടാങ്ക് ഫിൽ ആവും. അപ്പൊ ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാലും മതി, എ എന്ന് പറയുന്നത് 6 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാങ്ക് ആണ്, പക്ഷെ ബി എന്ന് പറയുന്നത് 8 മിനിറ്റ് കൊണ്ട് അത് എംപ്റ്റി ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എ ഫില്ല് ആക്കുന്നതിനനുസരിച്ച് ബി അവിടുന്ന് എംപ്റ്റി ആക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും 6 മിനിറ്റിനേക്കാൾ കൂടുതൽ സമയം എടുക്കുമല്ലോ ഫില്ല് ആവാൻ, വാൽവ് ബി തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും 6നേക്കാൾ വലിയ ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 24 മിനിറ്റ് എന്ന് കിട്ടും. ഇത് ക്ലിയർ ആയോ? യെസ് സർ. എന്നാ ഈ പ്രോബ്ലം ചെയ്ത് നോക്കി. An oil tank can be filled by pipe X in 5 hours and pipe Y in 4 hours, each pump working on its own. When the oil tank is full and the drainage hole is open, the oil is drained in 20 hours. If initially the tank was empty and someone started the two pumps together but left the drainage hole open, how many hours will it take for the tank to be filled? ക്വസ്റ്റ്യൻ കുറച്ച് ഭംഗിയാക്കി ഉണ്ടെന്നേ ഉള്ളൂ. സംഭവം പഴയ നമ്മുടെ സംഭവം തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഗേറ്റ് എക്സാമിന് ആപ്റ്റിറ്റ്യൂഡിന്റെ സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്.
Yes, very good, Jibin. Nidina, 2.5 hours is the answer. Yes, Shafiq, 2.5, correct. Swadi, yes, 2.5. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അതേ ഇപ്പൊ പറഞ്ഞ അതേ പ്രൊസീജിയറിൽ ചെയ്താൽ മതി. എക്സ്, വൈ, സെഡ് 3 ആൾക്കാരാണ് ഉള്ളത്. അതിൽ എക്സ് എന്ന് പറയുന്ന പൈപ്പ് ഓയിൽ ടാങ്കിനെ ഫില്ല് ചെയ്യുന്നത് 5 hours കൊണ്ടാണ്. ഓക്കെ, അതേപോലെ വൈ എന്ന് പറയുന്ന പൈപ്പ് ടാങ്കിനെ ഫില്ല് ചെയ്യിക്കുന്നത് 4 hours കൊണ്ടാണ്. അതേപോലെ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ? വെൻ ദ ഓയിൽ ടാങ്ക് ഈസ് ഫുൾ ആൻഡ് ദ ഡ്രെയിനേജ് ഹോൾ ഈസ് ഓപ്പൺ. അതായത് ടാങ്ക് ഫുൾ ആക്കി കഴിഞ്ഞിട്ട് ഡ്രെയിനേജ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ടാങ്ക് 20 hours കൊണ്ട് കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ആവും. അപ്പോൾ സെഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താണ് ഡ്രെയിനേജ് ഹോൾ എങ്കിൽ ആ സെഡ് എന്ന് പറയുന്ന ഡ്രെയിനേജ് ഹോൾ ആ ടാങ്കിനെ കംപ്ലീറ്റ്ലി എംപ്റ്റി ആക്കുന്നത് എത്ര അവേഴ്സ് കൊണ്ടാണ്? 20 hours കൊണ്ടാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മൈനസ് ഇൻഡിക്കേഷൻ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇവർ പറയുന്നത് എന്താ? ടാങ്ക് ഫുൾ എംപ്റ്റി ആയിരുന്നു, അങ്ങനെ 2 പമ്പ് വെച്ച് അത് സ്റ്റാർട്ട് ചെയ്തു, ടാങ്ക് ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവർ എന്ത് മറന്നു? ഡ്രെയിനേജ് ഹോൾ ഓപ്പൺ ആക്കി വെച്ച് പോയി. അപ്പോൾ എത്ര സമയം കൊണ്ട് ഈ ടാങ്ക് ഫിൽ ആവും? അതായത് 2 പൈപ്പും ഓപ്പൺ ആണ്, ഡ്രെയിനേജ് ഹോളും ഓപ്പൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 minute വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1 minute വർക്ക് എത്രയാ? 1/5 പ്ലസ് 1/4 മൈനസ് 1/20. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എത്രയാ വരിക? LCM എത്രയാ? LCM എന്ന് പറയുന്നത് 20 കിട്ടും. ഓക്കെ, ഇവിടെ ഫസ്റ്റിലെ ന്യൂമറേറ്ററിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, സെക്കൻഡ് ന്യൂമറേറ്ററിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, തേർഡ് ന്യൂമറേറ്റർ 1 തന്നെ. ഓക്കെ, സോ 4 + 5 9 - 1 8 /20. അപ്പൊ ഇവിടെ 8 /20 കിട്ടിയ ടാങ്ക് ഫുൾ ആവോ? ഇല്ല, റൈറ്റ് സൈഡിൽ 1 കിട്ടണം. അപ്പൊ നമ്മൾ എന്തെടുക്കണം? 20 /8. 20 /8 എന്ന് പറഞ്ഞാൽ 10 /4. 10 /4 എന്ന് വെച്ചാൽ 2.5 hours. ക്ലിയർ ആണല്ലോ? യെസ് സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. A pump can fill a tank with water in 2 hours. Because of leak, it took 1/3 hours to fill the tank. The tank can drain all the water of the tank in എത്ര hours? Yes, Amrita, very good. 14. Vedika, good. 14. Yes, Nandana, good. വരട്ടെ, കുറച്ചും കൂടെ പാർട്ടിസിപ്പേഷൻ വരട്ടെ. ഓക്കെ, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. അതില് ഒരു പമ്പ് ഉണ്ട്, ഒരു ലീക്ക് ഉണ്ട്. ഓക്കെ, അപ്പോ പമ്പ് ടാങ്ക് ഫില്ല് ചെയ്യുന്നത് 2 hours-ലാണ്. ഓക്കെ, ലീക്ക് ഉണ്ട്, ലീക്ക് ബി ആണെന്ന് വിചാരിക്കാം. ബി എത്ര അവേഴ്സ് കൊണ്ടാണ് ലീക്ക് ചെയ്യുന്നതെന്നാണ്, കംപ്ലീറ്റ് ടാങ്കിനെ എംപ്റ്റി ചെയ്യിക്കുന്നതാണ് ക്വസ്റ്റൻ. നമുക്കറിയില്ല, തൽക്കാലം X hours എടുക്കാം. ലീക്ക് ഉള്ളത് കൊണ്ട് 1/3 hours എടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലീക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, ലീക്കും ഉണ്ട്.
അതുകൊണ്ട് 2 1/3 hours എടുക്കുന്നുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ? ഒരു പൈപ്പും ഒരു വാൽവും, അല്ലെങ്കിൽ ഒരു പൈപ്പും എം ടി ആക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ എം ടി ആക്കുന്ന സിസ്റ്റത്തിന് നമ്മൾ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കാം. അപ്പോൾ 1 hour വർക്ക് എടുത്തു കഴിഞ്ഞാൽ എന്റെ 1 hour വർക്ക് 1/2, ബിന്റെ 1 hour വർക്ക് 1/x, അല്ലെങ്കിൽ 1/-x. കാരണം എന്താ? ഒന്ന് ഫില്ലാക്കും, ഒന്ന് എം ടി ആക്കുവാണല്ലോ ചെയ്യുന്നത്. സോ 1/2 - 1/x ഈസ് ഈക്വൽ ടു, അവിടെ നിൽക്കട്ടെ, നമുക്ക് തന്നിരിക്കുന്നത് 2 1/3 hours കൊണ്ട് ടാങ്ക് ഫുൾ ആവും. ടാങ്ക് ഫുൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ 1 വരാം. അപ്പോ നമുക്ക് 2 1/3 hours എന്ന് പറയുന്നത് ശരിക്കും എത്രയാ? 3 × 2 6 + 1 7/3 അല്ലേ? 7/3 hours കൊണ്ട് ടാങ്ക് ഫിൽ ആവും. അങ്ങനെയാണെങ്കിൽ 1 hourൽ എത്ര പാർട്ട് ഫിൽ ആവുന്നുണ്ടാവും? 1 hourൽ 7/3 hours കൊണ്ട് ടാങ്ക് ഫിൽ ആവുകയാണെങ്കിൽ 1 hourൽ എത്ര പാർട്ട് ഫിൽ ആവുന്നുണ്ടാവും? 1 / 7/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/7 പാർട്ട്. അപ്പോ 1 hourൽ എത്ര പാർട്ട് ഫിൽ ആവുന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, സിമിലർലി 1 hourൽ 2 പേരും കൂടെ എത്ര പാർട്ട് ഫിൽ ആക്കുന്നുള്ളത് നമുക്ക് കിട്ടി. സോ 1/2 - 1/x ഈസ് ഈക്വൽ ടു 3/7 എഴുതി കൂടെ? മനസ്സിലായോ പറഞ്ഞത്? സർ മനസ്സിലായി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 2 സിസ്റ്റം ഉണ്ട്, ഒന്ന് എ ഒന്ന് ബി. അപ്പോൾ അത് എത്ര സമയം കൊണ്ടാണ് സംഭവത്തിനെ ഫുൾ ആക്കുന്നത് നമ്മൾ ആദ്യം, അല്ലെങ്കിൽ ഫുൾ ആക്കുന്നത് അല്ലെങ്കിൽ എം ടി ആക്കുന്നത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ 1 hour വർക്ക് 2 പേര് ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 1 hour വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. കൂടാതെ തന്നിട്ടുണ്ട് 2 1/3 hours ടാങ്ക് ഫുൾ ആവുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 1/3 hours എന്ന് പറഞ്ഞാൽ 7/3 hours ആണ്. ഇതിനെ നമ്മൾ 3 × 2 + 1 7/3, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ 7/3 hours കൊണ്ട് ടാങ്ക് ഫുൾ ആവും, 7/3 hours കൊണ്ട് ഫുൾ ആവും എന്നുള്ളത് കണ്ടു. അങ്ങനെയാണെങ്കിൽ 1 hour കൊണ്ട് എത്ര ഭാഗം ഫിൽ ആവും എന്നുള്ളത് കണ്ടുപിടിച്ചു. സോ 7/3 hours കൊണ്ട് ടാങ്ക് ഫുൾ ആവുകയാണെങ്കിൽ 1 hourൽ എത്ര ഭാഗം ഫിൽ ആവും? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ 2 hour കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ടാങ്ക് ഫുൾ ആവുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ടാങ്ക് പകുതി ആയിരിക്കില്ലേ? ഹാഫ് അല്ലേ ഫുൾ ആവുള്ളൂ അല്ലേ? അപ്പൊ എങ്ങനെയാ പകുതിന്ന് കിട്ടിയത്? 2നെ ഇവിടെ വെച്ച് ഡിവൈഡ് ചെയ്തു. അതേ ലോജിക്ക് 7/3 hours കൊണ്ടാണ് ടാങ്ക് ഫിൽ ആവുന്നതെങ്കിൽ 1 hour കൊണ്ട് 1/7/3 പാർട്ട് ഫിൽ ആവും. 1/7/3 എന്ന് പറയുന്നത് 3/7. അപ്പൊ ഇതാണ് നമുക്ക് 1 hour വർക്ക് ആയിട്ട് കിട്ടിയത്. ഇവിടെ നമുക്ക് 1 hour വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന് രണ്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 1/2 - 1/x ഈസ് ഈക്വൽ ടു 3/7. ഇവിടെ അൺനോൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് 1/x ഈസ് ഈക്വൽ ടു, അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/2 - 3/7. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 7, ഇവിടെ 14 വരും. മുകളിൽ എന്ത് വരും? ഇവിടെ 7 വരും, ഇവിടെ 6 വരും. സോ 1/14. അപ്പോൾ 1/x ഈസ് ഈക്വൽ ടു 1/14. നമുക്ക് എന്താ കാണേണ്ടത്? എക്സിന്റെ വാല്യൂ അല്ലേ? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സ് നമ്മുടെ ലീക്ക് എത്ര സമയം കൊണ്ട് ടാങ്ക് എം ടി ആക്കും, അതാണ് എക്സ്. എ എത്ര സമയം കൊണ്ട് ടാങ്ക് ഫുൾ ആക്കും? 2 മണിക്കൂർ കൊണ്ട്. ബി എത്ര സമയം കൊണ്ട് ടാങ്ക് എം ടി ആക്കും? എക്സ് മണിക്കൂർ കൊണ്ട്. സോ എക്സ് വാല്യൂ ഈസ് 14. അപ്പോൾ 14 hours കൊണ്ട് എന്ത് സംഭവിക്കും? ടാങ്ക് കാലിയാവും. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഫോമാറ്റ് അറിയാമെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഇതാ അവിടെ, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. 3 പൈപ്സ് ഉണ്ട്, എ ബി സി. ആ മൂന്നും കൂടെ ചേർന്നിട്ട് ടാങ്ക് ഫില്ല് ചെയ്യിക്കുന്നത് 6 മണിക്കൂറിലാണ്. അപ്പോ 2 മണിക്കൂർ after working at it together for 2 hours, C is closed and A and B can fill the remaining part in 7 hours. 2 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് സി ക്ലോസ് ചെയ്തു. അതിനുശേഷം എയും ബിയും കൂടെ ചേർന്നിട്ട് 7 മണിക്കൂർ കൊണ്ടാണ് ആ ടാങ്ക് ഫില്ല് ചെയ്തത്. അപ്പൊ സി മാത്രമാണെങ്കിൽ എത്ര സമയം കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ.
ബുദ്ധിമുട്ടുണ്ടോ? ചെയ്യണോ? ആർക്കും കിട്ടുന്നില്ല? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ 3 പൈപ്സ് ഉണ്ട് അല്ലേ? എ, ബി, സി. ഓക്കെ, സോ എ, ബി, സി 3 പൈപ്പ് ഉണ്ട്. എ എന്ന് പറയുന്ന പൈപ്പ് എ അവേഴ്സ് കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യുന്ന വിചാരിക്കുക. ബി എന്ന് പറയുന്ന പൈപ്പ് ബി അവേഴ്സ് കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യുന്ന വിചാരിക്കുക. സി എന്ന് പറയുന്ന പൈപ്പ് സി അവേഴ്സ് കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യുന്ന വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ അങ്ങനെ എടുക്കുന്നു. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പൈപ്പിന്റെ 1 അവർ വർക്ക് എത്രയാ? 1/a. ബി എന്ന് പറയുന്ന പൈപ്പിന്റെ 1 അവർ വർക്ക് എത്രയാ? 1/b. സി എന്ന് പറയുന്ന പൈപ്പിന്റെ 1 അവർ വർക്ക് എത്രയാ? 1/c. മൂന്നും കൂടെ ചേർന്നിട്ടുള്ള 1 അവർ വർക്ക് എത്രയാ? 1/a പ്ലസ് 1/b പ്ലസ് 1/c. ഓക്കെ, ടാങ്ക് ഫില്ല് ആവുന്നത് എത്ര മണിക്കൂർ കൊണ്ടാ? 6 അവേഴ്സ് കൊണ്ട്. അപ്പൊ 6 അവേഴ്സ് കൊണ്ട് നമുക്ക് ടാങ്ക് ഫില്ല് ആവും. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ വർക്ക് എത്രയാ? 1 മണിക്കൂർ വർക്ക് 1/6. സോ ഇവിടെ നമ്മൾ 1 മണിക്കൂർ വർക്ക് കണ്ടുപിടിച്ചു, ഇവിടെ 1 മണിക്കൂർ വർക്ക് കണ്ടുപിടിച്ചു. സോ 1/a പ്ലസ് 1/b പ്ലസ് 1/c ഈസ് ഈക്വൽ ടു എന്താ? 1/6. ദിസ് ഈസ് ഇക്വേഷൻ 1. ഇത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഒരു പറയുന്നത് എന്താ? ഈ 3 പൈപ്പുകളും 2 മണിക്കൂർ വർക്ക് ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ 2 മണിക്കൂർ ഈ 3 പൈപ്പുകളും വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പാർട്ട് ഫിൽ ആയിട്ടുണ്ടാവും? ഇത് ആക്ച്വലി 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ സംഭവിച്ച കാര്യമാണ്. 2 മണിക്കൂർ ഈ 3 ആൾക്കാരെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര പാർട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും? ഇതാണ് 1 മണിക്കൂർ വർക്ക് എങ്കിൽ 2 മണിക്കൂർ വർക്ക് എത്രയായിരിക്കും? 2 ഇൻറ്റു ദിസ് വൺ അല്ലേ? ഇത് 1 മണിക്കൂറത്തെ വർക്ക് ആണെങ്കിൽ 2 മണിക്കൂറത്തെ വർക്ക് കാണാൻ എന്ത് ചെയ്യണം? 2 ഇൻറ്റു ഈ കംപ്ലീറ്റ് സാധനം, 2 ഇൻറ്റു 1/a പ്ലസ് 1/b പ്ലസ് 1/c. അപ്പോ ലെഫ്റ്റ് സൈഡിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ റൈറ്റ് സൈഡിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? റൈറ്റ് സൈഡിൽ 2 ഇൻറ്റു 1/6 ചെയ്താൽ നമുക്ക് എന്ത് വരും? 1/3 എന്ന് വരും. അപ്പൊ ശരിക്കും 2 അവേഴ്സ് കൊണ്ട് 1/3 പാർട്ട് ഫില്ലായി. 1/3 പാർട്ട് ഫില്ലായിട്ടുണ്ടെങ്കിൽ എത്ര പാർട്ടാ ബാക്കിയുള്ളത്? 2/3 പാർട്ട്. ഇനി 2/3 പാർട്ടാണ് ഫില്ലാവാനുള്ളത്. അപ്പൊ ഇവർ പറയുന്നുണ്ട് അതിനുശേഷം സി ക്ലോസ് ചെയ്തു, പിന്നെ എയും ബിയും കൂടി ആ ടാങ്കിനെ റിമൈനിങ് പാർട്ടിനെ 7 മണിക്കൂർ കൊണ്ടാണ് ഫില്ല് ചെയ്യിക്കുന്നത്. അപ്പൊ എയും ബിയും മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ 1 മണിക്കൂർ വർക്ക് എത്രയായിരിക്കും? 1/a പ്ലസ് 1/b. ഇനി ഇത് എത്ര മണിക്കൂർ അവർ വർക്ക് ചെയ്യിപ്പിച്ചു? 7 മണിക്കൂർ വർക്ക് ചെയ്യിപ്പിച്ചു. 1 മണിക്കൂറിന്റെ വർക്ക് 1/a പ്ലസ് 1/b ആണെങ്കിൽ 7 മണിക്കൂറിന്റെ വർക്ക് എത്രയായിരിക്കും? 7 ഇൻറ്റു 1/a പ്ലസ് 1/b. ഇത് ചെയ്യുമ്പോൾ ടാങ്ക് ഫുള്ളായി. പക്ഷെ ടാങ്ക് എം ടി ആയിടത്തുനിന്ന് ഫുള്ളായതല്ലോ. ഓൾറെഡി 1/3 പാർട്ട് ഇവർ 3ഉം കൂടെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ബാക്കി 2/3 പാർട്ടാണ് 7 മണിക്കൂർ കൊണ്ട് ഫില്ലായത്. സോ 7 ഇൻറ്റു 1/a പ്ലസ് 1/b ഈസ് ഈക്വൽ ടു 2/3. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് എഴുതാം? 1/a പ്ലസ് 1/b ഈക്വൽ ടു ഈ 7 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് 2/20. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. നമുക്ക് കാണേണ്ട എന്താ? ദ നമ്പർ ഓഫ് അവേഴ്സ് ടേക്കൻ ബൈ സി അലോൺ ടു ഫിൽ ദ ടാങ്ക്. അത് എത്രയാ? സി അവേഴ്സ് കൊണ്ടാണ് ടാങ്ക് ഫില്ല് ചെയ്യിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ 1/a പ്ലസ് 1/b പ്ലസ് 1/c ഈക്വൽ ടു 1/6 ഉണ്ട്. സെക്കൻഡ് ഇക്വേഷനിൽ 1/a പ്ലസ് 1/b ഈസ് ഈക്വൽ ടു 2/20. അതിൻ്റെ അകത്ത് സി ഇല്ല. അപ്പൊ അതിനങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 - 2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയില്ലേ? 1 - 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1 - 2 1/a പ്ലസ് 1/b പ്ലസ് 1/c LHS ല്, 1/a പ്ലസ് 1/b ഇവിടെ LHS ല്. അപ്പോ
1/a + 1/b അങ്ങ് പോവും. ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? 1/c. റൈറ്റ് സൈഡ് നോക്കിയേ. റൈറ്റ് സൈഡിൽ 1/6 ഉണ്ട്, -2 / 21. So this is equal to, ഇതിന്റെ 21ന് 6ന്റെ LCM 42 വരും. ഫസ്റ്റിലത്തെ ന്യൂമറേറ്ററിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് ന്യൂമറേറ്ററിനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 × 2 7 - 4. സോ 3 / ഈ ന്യൂമറിക്കൽ പാർട്ട് നിങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാട്ടോ ഞാൻ സ്പീഡ് പോകുന്നത്. 1/40. സോ C will fill the tank in 14 hours. ക്ലിയർ ആണോ? യെസ് സർ, ക്ലിയർ. ഓക്കെ, ഇനിയിപ്പോ ഇത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഒറ്റ സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് ഫസ്റ്റ് 1/a + 1/b + 1/c = 1/6 എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ടാങ്ക് ഫുൾ ആക്കാനാണ് ശ്രമിക്കുന്നത്. 1/3 ഓൾറെഡി ഫുള്ളായി, പ്ലസ് അതിനുശേഷം സംഭവിക്കുന്നത് 7 hours എയും ബിയും മാത്രം വെച്ചിട്ട് ഫില്ലാക്കുകയാണ്. അപ്പോൾ 1/3 ഓൾറെഡി ഫുള്ളായി, 7 hours ഇത് വർക്ക് ചെയ്യുമ്പോൾ 2/3 ഫുള്ളാവും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1. ഇതിൻ്റെ അകത്ത് നമുക്ക് 1/a + 1/bയുടെ ഇക്വേഷൻ 2/21 എന്ന് കിട്ടും. അത് വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇത് കുറച്ച് ലെങ്തി ആയിപ്പോയി, പക്ഷെ ഈ തരത്തിലുള്ള ലോജിക്കിലൊക്കെ ഈ പൈപ്പ് ആൻഡ് സിസ്റ്റംസ് എന്ന് ചോദിക്കാറുണ്ട്. ഇത് ഓക്കെ ആണോ? യെസ് സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി. ഇവിടെയും 2 pipes ഉണ്ട്. A and B can fill a tank in 15 hours and 20 hours respectively, while a third pipe C can empty the full tank in 25 hours. All the 3 pipes are opened at the beginning. After 10 hours, C is closed. In how much time will the tank be full? നേരത്തെ ഒരാൾ ആൻസർ പറഞ്ഞിരുന്നു അല്ലെ? എന്താ? ഷക്സാദി. ഗുഡ്. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യന്റെ അതേ ലോജിക്കലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് കുറച്ചും കൂടെ സിമ്പിൾ ആണ് ചെയ്യാൻ. ഇതിന് ആൻസർ വരുന്നില്ലല്ലോ. ആൻസർ ഓപ്ഷനിൽ ഇല്ലാത്ത ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ,
ഞാൻ തന്നെ പറയാം. സോ ഇവിടെ 3 പൈപ്പ്, പിന്നെ ഒരു തേർഡ് പൈപ്പ് അത് എം ടി ആക്കിയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോ എ എന്ന് പറയുന്നത് 15, ബി എന്ന് പറയുന്നത് 20, സി എന്ന് പറയുന്നത് 25. സോ എന്തായിരിക്കും ഒരു അവറിലെ വർക്ക്? 1/15 പ്ലസ് 1/20 മൈനസ് 1/25. ഇതാണ് 1 അവർ വർക്ക്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പൈപ്പുകളും തുടക്കത്തിൽ തുറന്നു വെച്ചു. ഓൾ ദ 3 പൈപ്സ് ആർ ഓപ്പൺഡ് ഇൻ ദ ബിഗിനിങ്. ആഫ്റ്റർ 10 hours സി ഈസ് ക്ലോസ്ഡ്. അപ്പൊ 10 മണിക്കൂർ ഇത് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് 1 മണിക്കൂറിലത്തെ വർക്ക്. 10 മണിക്കൂറിലത്തെ വർക്ക് എന്ന് പറയുമ്പോൾ ഇതേ ഇൻറ്റു 10. നമുക്ക് ലാസ്റ്റ് ടാങ്ക് ഫുൾ ആവുമല്ലേ വേണ്ടേ? അപ്പൊ റൈറ്റ് സൈഡിൽ 1ലേക്ക് എത്തിക്കണം. അപ്പൊ 10 മണിക്കൂറിൽ ഇതെല്ലാം തുറന്നു, എല്ലാം വർക്ക് ചെയ്തു. 10 മണിക്കൂറിന് ശേഷം സി ക്ലോസ് ചെയ്തു. ഓക്കെ, ക്ലോസ് ചെയ്തോട്ടെ. സി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ ഉണ്ടാവുക? എയും ബിയും. എയും ബിന്റെയും 1 മണിക്കൂറിലത്തെ വർക്ക് എത്രയാ? 1/15 പ്ലസ് 1/20. ഈ എയും ബിയും കൂടെ എത്ര മണിക്കൂർ പിന്നെ തുറന്നു വെച്ചു? അത് നമുക്കറിയില്ല. സോ എക്സ്. അവസാനം എന്ത് ചെയ്യണം? ടാങ്ക് ഫുൾ ആവണം. സോ ഈക്വൽ ടു 1. അതായത് 10 hours 3 പൈപ്പുകളും തുറന്നു വെച്ചു. പിന്നെ എത്രയോ മണിക്കൂർ 2 പൈപ്പുകൾ തുറന്നു വെച്ചു. അറ്റ് ലാസ്റ്റ് ദ ടാങ്ക് ഈസ് ഫുൾ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് അൺനോൺ എന്താ? എക്സ്. അത് മാത്രമല്ലേ കണ്ടുപിടിക്കാനുള്ളൂ. സോ എന്ത് വരും? ഇവിടെ എൽ സി എം എന്ത് വരും? 15, 20, 25. എൽ സി എം 300 വരും. 300 എന്ന് പറയുമ്പം ഫസ്റ്റിൽ 20, സെക്കൻഡിൽ 50, തേർഡിൽ 12. ഓക്കെ, ഇത്രയും സംഭവം ഇൻറ്റു 10 പ്ലസ് എക്സ് ഇൻറ്റു സെക്കൻഡിൽ എൽ സി എം എത്ര വരും? 60. മുകളിൽ 4, ഇവിടെ 3 ഈക്വൽ ടു 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 10. ഇത് ക്യാൻസൽ ആകും. 35 മൈനസ് 12, 23. സോ 23 ഡിവൈഡഡ് ബൈ 30 പ്ലസ് എക്സ് ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 60 ഈക്വൽ ടു 1. So from this 7x divided by 60 is equal to 1 minus 23 by 30. That is equal to 30 from both 30 minus 23, 7 divided by 30. So 7x by 60 is equal to 7 divided by 30. So x is equal to 2. x 2 എന്ന് കിട്ടി. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻ ഹൗ മച്ച് ടൈം ദ ടാങ്ക് വിൽ ബി ഫുൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി 10 hours ഇത് തുറന്നു വെച്ചിട്ടുണ്ട്. 10 hours തുറന്നു വെച്ചതിന് ശേഷമാണ് ഈ സി ക്ലോസ് ചെയ്യുന്ന സർക്കസ് കാണിക്കുന്നത്. അപ്പൊ സി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കൊണ്ട് ഫില്ലാവും? 2 മണിക്കൂർ കൊണ്ട് ഫില്ലാവും. അപ്പോൾ ഓൾറെഡി 10 hours ഇതെല്ലാം കൂടെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ 2 hours കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ 10 പ്ലസ് 2 ഈക്വൽ ടു 12 hours. ക്ലിയർ ആയോ? ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ആകാശിന് കിട്ടിയിട്ടുണ്ട്, സ്വാതിക്ക് കിട്ടിയിട്ടുണ്ട്. ഗുഡ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ ആണോ? ബാക്കിയുള്ളവർ ജസ്റ്റ് ആ സ്മൈലി ഒക്കെ ഒന്ന് ചുമ്മാ ഞെക്കി പിടിച്ചേക്ക് കേട്ടോ. ചാറ്റിൽ കുറെ താഴെ സ്മൈലി കിടപ്പുണ്ട്. അത് തന്നെ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ ഞാൻ ഒപ്പിച്ചിട്ടുള്ള, സംഘടിപ്പിച്ചിട്ടുള്ള ടൈപ്പുകൾ. ഇതിനപ്പുറത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ടൈപ്പുകളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഏത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ലോജിക്ക് കിട്ടിയാൽ മതി. 1 മിനിറ്റ് ഒറ്റ യൂണിറ്റിലുള്ള വർക്ക് കണ്ടുപിടിക്കുക. അതിനുശേഷം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക. പിന്നെ എല്ലാം ഇക്വേഷന്റെ കയ്യിലാണ്. പിന്നെ ഒക്കെ നമ്മുടെ ഇക്വേഷൻ സോൾവിങ് കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സെക്ഷൻ പറയാനുള്ളത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അപ്പൊ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ചോദിക്കാവുന്ന ഒരു 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ എല്ലാരും? ഓക്കെ, സ്മൈലികൾ വരട്ടെ. പോരല്ലോ, 93 പേരുണ്ട്. ഓക്കെ,
ഇതെന്താ 2250 അഭിഷേക് ചന്ദ്രൻ? പൈസയുടെ കണക്കൊക്കെ ഇതിലിടുന്നുണ്ടോ? ഓക്കെ, സോ ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഈ ടൈം ആൻഡ് ആൻസർ ഇപ്പൊ തന്നെ പറഞ്ഞാണ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ മെയിൻ ആയിട്ട് നമുക്ക് ഒരാളും കൂടെ വരുന്നുണ്ട്. ആരാ? സ്പീഡ്. ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്. അതായത് ഇതൊരു DTS ആണ്, DTS. അപ്പൊ ഇതിലുള്ള ഈ ടൈമും ഡിസ്റ്റൻസും സ്പീഡും തമ്മിലുള്ള റിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി ചോദിക്കാം. സോ DTS ഓർത്തിരുന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാതെ സംഭവങ്ങൾ പിടികിട്ടും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ്. ഈ സംഭവം ഓർത്തിരിക്കുക. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ്. ഈ ഒരു ഇക്വേഷൻ മാത്രം മതി. ഇത് വെച്ചിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന എല്ലാ സംഭവങ്ങളും ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒപ്പിക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ വാക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 9 km/h ക്രോസസ് എ ബ്രിഡ്ജ് ഇൻ 15 minutes. ദ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് ഇൻ മീറ്റേഴ്സ് ഈസ്. ബാക്കി ആൾക്കാർ ആൻസർ ഉണ്ടെങ്കിൽ പോരട്ടെ കേട്ടോ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് തന്നെ 2250. ഗുഡ് ഗുഡ്. ജിബിൻ, സ്വാതി, അഭിഷേക്. ഇതിന്റെ ടെക്നിക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇതിൽ ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ ഓരോ യൂണിറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പോ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്ററിൽ തരാം, കിലോമീറ്ററിൽ തരാം. അതേപോലെ ടൈം ഉണ്ട്. ടൈം എന്ന് പറയുന്നത് സെക്കൻഡിൽ തരാം, മിനിറ്റിൽ തരാം, അവറിൽ തരാം. അതേപോലെ ലാസ്റ്റിലത്തെ എന്താ? സ്പീഡ്. സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിൽ തരാം, കിലോമീറ്റർ പെർ അവറിൽ തരാം. ഇങ്ങനെയൊക്കെയുള്ള യൂണിറ്റ്സ് മാറി മാറി അല്ലെങ്കിൽ മിക്സപ്പ് ആയിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റനിൽ ഉണ്ടാവുക. അപ്പൊ യൂണിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ ആ മിക്സിങ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആൻസർ നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല. അപ്പൊ നമ്മൾ ഈ +2 ഫിസിക്സിലൊക്കെ പഠിച്ചൊരു സംഭവം ഉണ്ട്. എന്താ? ഒരു കൺവേർഷൻ ഫോർമുലയുണ്ട്. അതായത് നമുക്കൊരു സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിൽ തന്നിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിൽ തന്ന സ്പീഡിനെ 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. തിരിച്ച് അതേപോലെ തന്നെ ഒരു സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു കൺവേർഷൻ മെക്കാനിസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ഈ യൂണിറ്റ്സ് മിക്സ്ഡ് അപ്പ് ആക്കിയിട്ട് തരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എ മാൻ വാക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 9 km/h. അപ്പൊ 9 km/h എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ സ്പീഡാണ് അല്ലെ. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു 9 km/h. ഹി ക്രോസസ് എ ബ്രിഡ്ജ് ഇൻ 15 minutes. അപ്പോൾ ടൈം തന്നിട്ടുണ്ട്. സോ ടൈം ഈസ് ഈക്വൽ ടു 15 minutes. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ്, അതായത് അയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് അതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഒരു പാലത്തിൽ കൂടെ അയാൾ സഞ്ചരിച്ചു. ആ പാലം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ 15 മിനിറ്റ് എടുത്തു. ആ പാലത്തിൽ കൂടെ അയാൾ സഞ്ചരിച്ച സ്പീഡ് എന്ന് പറയുന്നത് 9 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പാലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണല്ലോ. സോ വാട്ട് ഈസ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു DTS, ടൈം ഇൻറ്റു സ്പീഡ്. ഓക്കെ, അപ്പോ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിലാണ് ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് തന്നിരിക്കുന്നത് കിലോമീറ്ററിലാണ്, ടൈം തന്നിരിക്കുന്നത് മിനിറ്റിലാണ്. അവിടെയൊക്കെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. അപ്പൊ ഇവനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? റെഡിയാക്കി എടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് ഇയാള് സ്പീഡിനെ കൊണ്ടുവരാന്ന് വിചാരിക്കാം. സോ സ്പീഡ് 9 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 9 × 5/80. km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 9 × 5/18 നമുക്ക് എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു ഈ 9ഉം 18ഉം 2. സോ 5/2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ സ്പീഡ് നമുക്ക് എന്ത് കിട്ടി? മീറ്ററിന്റെ ടേംസിൽ കിട്ടി. അപ്പോ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? ടൈം ഇൻറ്റു
സ്പീഡാണ് അല്ലെ. സ്പീഡ് കിടക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിൽ, പക്ഷെ ടൈം കിടക്കുന്നത് മിനിറ്റിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടൈമിനെയും സെക്കൻഡിലാക്കണം. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. അപ്പൊ 15 മിനിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 15 into 60 സെക്കൻഡ്സ്. അപ്പൊ ഇവിടെ 15 മിനിറ്റിന് എന്താക്കണം നമ്മൾ, 60 സെക്കൻഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് 60ലായി, ഇത് സെക്കൻഡ്സിലായി. ദെൻ ഇൻറ്റു എന്ത് ചെയ്യണം, സ്പീഡ് വേണ്ടേ, സ്പീഡ് എത്രയാ, 5/2 മീറ്റർ പെർ സെക്കൻഡ്. സോ 5/2. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരിക, 30 വരും. 5 into 15 into 30. This is equal to 2250 meters. Clear ആണോ? Yes, sir. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഞാനൊന്ന് സ്റ്റാർട്ടിംഗ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇച്ചിരി ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A car travels a certain distance taking 7 hours in forward journey. During the return journey, increased speed 12 km/h takes the time 5 hours. എൻ്റെ ഗ്രാമാറ്റിക്സ് ഒക്കെ തെറ്റാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ അതേപടി ഇവിടെ സ്നൈപ്പ് ചെയ്ത് എടുത്തു എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒരു കാറ് 7 മണിക്കൂർ കൊണ്ട് ഫോർവേഡ് ജേണിയിൽ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തു. റിട്ടേൺ ജേണിയിൽ അയാളുടെ സ്പീഡ് അയാൾ 12 km/h ആയിട്ട് 12 km/h ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ റിട്ടേൺ ജേണിയിൽ അയാൾ എടുക്കുന്ന സമയം കുറവായിരിക്കും, 5 hours എടുത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര? നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? യെസ്, 210. വെരി ഗുഡ് അഭിഷേക്, വെരി ഗുഡ്. ആർക്കും കിട്ടിയില്ല? യെസ്, ജിബിൻ 210. ഗുഡ്. യെസ്, ശ്വേത കറക്റ്റ്. ഓക്കെ, ഇതിലെന്താ പ്രശ്നം? ഇതിൽ പറയുന്നത് ഒരു സർട്ടൻ ഡിസ്റ്റൻസ്, ലെറ്റ് ഇറ്റ് ബി ദ ഡിസ്റ്റൻസ്. ഒരു കാറ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നു. ഓക്കെ, സോ ഹി കവേഴ്സ് ദ ഡിസ്റ്റൻസ് ടേക്കിംഗ് 7 hours ഓഫ് ടൈം. അങ്ങോട്ടേക്ക് 7 hours എടുത്തിട്ടാണ് അയാൾ പോകുന്നത്. അയാളുടെ സ്പീഡ് അറിയില്ല, ഈ ഡിസ്റ്റൻസ് അറിയില്ല, ഒന്നും അറിയില്ല. തിരിച്ചുള്ള ജേണിയിൽ അയാൾ 5 hours കൊണ്ട് എത്തി. അപ്പോൾ തീർച്ചയായിട്ടും അയാളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ എത്ര സ്പീഡ് ഇൻക്രീസ് ചെയ്തു? 12 km/h ഇൻക്രീസ് ചെയ്തു. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ എത്ര സ്പീഡ് ഉണ്ടോ അതിനേക്കാൾ 12 km/h കൂടുതൽ സമയം എടുത്തിട്ടാണ് കൂടുതൽ സ്പീഡ് എടുത്തിട്ടാണ് റിട്ടേൺ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ തൽക്കാലം എടുക്കുന്നു, അങ്ങോട്ട് പോകാൻ എടുത്ത സ്പീഡ് x km/h ആണ് നമ്മൾ അസ്യൂം ചെയ്യാം. അങ്ങോട്ട് പോകാൻ എടുത്ത സ്പീഡ് x km/h ആണ് വിചാരിക്കാം. സോറി, അങ്ങനെ എടുത്താൽ ചെറിയ പ്രശ്നമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡിസ്റ്റൻസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റ് ദ ഡിസ്റ്റൻസ് ഈസ് എക്സ്. ഓക്കെ, ആ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് കിലോമീറ്റർ ഡിസ്റ്റൻസ് 7 hours കൊണ്ട് അയാൾ ഫോർവേഡ് ജേണിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർവേഡ് ജേണിയിൽ അയാളുടെ സ്പീഡ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. സോ ഫോർവേഡ് ജേണിയിലുള്ള സ്പീഡ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ദ ഡിസ്റ്റൻസ്, 7 ഈസ് ദ ടൈം. സോ ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ എക്സ് കിലോമീറ്റർ ആണ് എടുക്കുക, 7 എന്ന് പറയുന്ന അവേഴ്സിൽ. സോ ദ സ്പീഡ് ഈസ് എക്സ് ബൈ 7 km/h. ഇനി അയാളുടെ റിട്ടേൺ ജേണിയിൽ ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് തന്നെയാണല്ലോ, ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് ആണ്. അയാളുടെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് എത്രയാ? ഓൾറെഡി ഉണ്ടായിരുന്ന സ്പീഡിനേക്കാൾ 12 km/h കൂടുതൽ എടുത്തിട്ടുണ്ട്. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു, ഓൾറെഡി ഫോർവേഡ് ജേണിയിൽ x/7 ആണ് ഉണ്ടായിരുന്നത്, അതിന്റെ കൂടെ 12 km/h കൂടെ
കൂടുതൽ എടുത്തിട്ട് 12 km/h സ്പീഡും കൂടെ അയാൾ കൂടുതൽ എടുത്തിട്ടുണ്ട് റിട്ടേൺ ജേർണി. സോ റിട്ടേൺ ജേർണി സ്പീഡ് ഈസ് ഈക്വൽ ടു ദിസ് വൺ ആൻഡ് റിട്ടേൺ ജേർണിക്ക് എടുത്ത ടൈം എത്രയാ 5. ഓക്കെ, അപ്പോൾ റിട്ടേൺ ജേർണി മാത്രം എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റിട്ടേൺ ജേർണിയിലെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഡിസ്റ്റൻസ് എക്സ് ആണ്, സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാ? എക്സ് ഡിവൈഡഡ് ബൈ 7 പ്ലസ് 12 ഇൻറ്റു ടൈം എത്രയാ? 5. ഇതിലാകെ അൺനോൺ എക്സ് മാത്രമല്ലേ ഉള്ളൂ. സോ എക്സ് ഈസ് ഈക്വൽ ടു 5x divided by 7 plus 12 into 5, 60. So x, ഈ 5x minus 7, 5x by 7 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് x minus 5x divided by 7 is equal to 60. So ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7x minus 5x എത്ര വരും? 2x. 2x divided by 7 is equal to 60, which implies x is equal to 210 km. Clear ആണോ? Yes, sir. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cyclist covers a distance of 900 meters in 2 minutes 30 seconds. What is the speed in kilometer per hour of the cyclist? വളരെ simple question. Yes, good. Shahzadi, right answer. Yes, Shweta, correct. Suraj, correct. ഒൻപത് മണിക്ക് മീറ്റിംഗ് എന്താവോ ജിബിൻ? ഇല്ല സാർ, അങ്ങനെയില്ല. നമ്മൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കുറച്ചു നേരം മുന്നോട്ട് പോകും. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, എങ്ങനെ ചെയ്യാം? സൈക്ലിസ്റ്റ് കവേഴ്സ് ഡിസ്റ്റൻസ് ഓഫ്, ഇത് സ്ട്രൈറ്റ് ഒറ്റ ലൈനിൽ നമുക്ക് തീർക്കാം. അതായത് 2 minutes 30 seconds കൊണ്ട് 900 meter. 2 minutes 30 seconds എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് കംപ്ലീറ്റ് സെക്കൻഡ്സിൽ പറഞ്ഞാൽ 2 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 seconds. 1 minute 60 seconds ആണ്. 2 minutes എന്ന് പറഞ്ഞാൽ 120 seconds പ്ലസ് 30 seconds. അപ്പൊ 150 secondsൽ അയാൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 900 meter കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 900 ഡിവൈഡഡ് ബൈ 150 meter per second. So 900 divided by 150 എന്ന് പറയുന്നത് 6 meter per second. അയാളോട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 18 divided by 5. So this is equal to 21.6. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു സെക്കൻഡിൽ ഇത് ഓക്കെ, അല്ലെങ്കിൽ പക്ഷേ അത് കുറച്ച് വളഞ്ഞ വഴിയാണ്. ഒരു സെക്കൻഡിൽ 6 meter പോകും നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുക? ഇതിനെ മണിക്കൂറിലേക്ക് മാറ്റാം. ഇതിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 60 into 60 ചെയ്യണം. അപ്പൊ അത് തന്നെ റൈറ്റ് സൈഡിലും ചെയ്യാം. 60 into 60. വേണ്ട, അങ്ങനെ പോകണ്ട, അത് കുറച്ച് വളഞ്ഞ വഴിയാണ്. നമുക്കിത് സിമ്പിൾ മെത്തേഡ് ഉണ്ട്, ഈ മെത്തേഡിൽ തന്നെ പോയാൽ മതി. ഇത് ക്ലിയർ ആണല്ലോ? 21.6. ഓക്കെ അല്ലേ? നെക്സ്റ്റിലേക്ക് പോട്ടെ? ഓക്കെ. Yes, sir. Okay. So the next question is,
ഇത് സിമ്പിൾ ആണ്. ഹൗ ലോങ് വിൽ എ ബോയ് ടേക്ക് ടു റൺ റൗണ്ട് എ സ്ക്വയർ ഫീൽഡ് ഓഫ് സൈഡ് 25 meters ഇഫ് ഹി റൺസ് അറ്റ് ദ റേറ്റ് ഓഫ് 9 km/h? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. Yes, good. Abhishek, right answer. Jibin, right? Shireen, right? Swati, right? സിമ്പിൾ അല്ലേ? ഇതില് ഒരു സ്ക്വയർ ഫീൽഡ് ആണ് തന്നിരിക്കുന്നത്. സ്ക്വയർ ഫീൽഡിന്റെ സൈഡ് 25 meter ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇയാള് ഇതിന്റെ ചുറ്റും ഓടണം. ഇതിന്റെ ചുറ്റും ഓടിയിട്ട് തിരിച്ചുകൂടെ എത്തണം. അപ്പൊ 25, 25, 25, 25, 100 meter. എന്താണ് എന്ത് ഡിസ്റ്റൻസ്? പിന്നെ എന്താ ടൈം അല്ലേ ചോദിച്ചിരിക്കുന്നത്? സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 9 km/h. അപ്പൊ ഇവിടെ മീറ്റർ ആണ്, ഇവിടെ ആൻസർ സെക്കൻഡിലാണ്. സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 9നെ 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആവും. സോ ദിസ് ഈസ് 5/2. സോ നമുക്ക് കണ്ടുപിടിക്കുന്ന ടൈം ആണ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാ? 100 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 seconds. സിമ്പിൾ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ. A man in a train notices that he can count 21 telephone posts in 1 minute. If they are known to be 50 meters apart, then at what speed is the train running? ഒരാൾ ട്രെയിനിലിരുന്ന് പോസ്റ്റ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റിൽ അയാൾ 21 പോസ്റ്റുകൾ എണ്ണി. പക്ഷെ ആ 21 പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഓരോ പോസ്റ്റുകളും 50 meter ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സ്പീഡിലാണ് ട്രെയിൻ റൺ ചെയ്യുന്നത്? യെസ്, റൈറ്റ് ജിബിൻ, റൈറ്റ് ആൻസർ. ഇതിലിപ്പോ എന്താ പ്രശ്നം? നമ്മുടെ കയ്യിൽ 21 പോസ്റ്റുകൾ ഉണ്ട്. അയാൾ 21 പോസ്റ്റുകളാണ് അയാൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 21 പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 അങ്ങനെ 21 പോസ്റ്റുകൾ. ഓക്കെ, അപ്പോ ശരിക്കും 21 പോസ്റ്റുകളിൽ ഓരോ പോസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 50 meter. ഓക്കെ, അപ്പോ ഒന്നാമത്തെ പോസ്റ്റ് മുതൽ ലാസ്റ്റിലത്തെ പോസ്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2 പോസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 50. 3 പോസ്റ്റുകൾ ഉണ്ടെങ്കിലോ 3 പോസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 2 times 50. 4 പോസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 3 times 50. അങ്ങനെയാണെങ്കിൽ 21 പോസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 20 into 50. So 20 into 50 meter is the distance. And time 1 minute അല്ലെ? Time is equal to 1 minute, that is 60 seconds. So speed കാണാൻ എന്ത് ചെയ്താൽ മതി? Distance divided by time. So 20 into 50 divided by 60. ഇതെന്താ കിട്ടുക? 50 divided by 3 എന്ന് കിട്ടും. സോ 50 divided by 3 എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ കിലോമീറ്റർ പെർ അവറില്ല. അപ്പൊ എന്ത് ചെയ്യണം? 80/5 വെച്ച് മൾട്ടിപ്ലൈ ആണ്. സോ കറക്റ്റ് അല്ലേ? ഓക്കെ, 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 60 km/h എന്ന് കിട്ടും. 6 ഇത് 10. ഓക്കെ, അതേപോലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ ഒരൊറ്റ പ്രോബ്ലം കൂടി ഉണ്ട്. ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കേ.
A man is walking at a speed of 10 km per hour. After every kilometer, he takes rest for 5 minutes. How much time will he take to cover a distance of 5 kilometers? Yes, yes, Abhishek, correct. Jibin, correct. Huda, correct. ഇവിടെ എന്താ ഒരാള് 10 കിലോമീറ്റർ പെർ അവറിൽ ആണ് അയാളുടെ സ്പീഡ് തന്നിരിക്കുന്നത്. സ്പീഡ് ഈസ് 10 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ആഫ്റ്റർ എവറി കിലോമീറ്റർ ഹി ടേക്സ് റെസ്റ്റ് ഫോർ 5 മിനിറ്റ്സ്. അപ്പൊ 5 കിലോമീറ്റർ റൺ ചെയ്യുകയാണ് അയാൾ. 5 കിലോമീറ്റർ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 5 കിലോമീറ്ററിൽ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും, ഫസ്റ്റ് കിലോമീറ്റർ കഴിയുമ്പോൾ അയാൾ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും. സെക്കൻഡ് കിലോമീറ്റർ കഴിയുമ്പോൾ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും. തേർഡ് കിലോമീറ്റർ കഴിയുമ്പോൾ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ഫോർത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ഫിഫ്ത്ത് കിലോമീറ്റർ കഴിയാനില്ല, കാരണം ഫിഫ്ത്ത് കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഫിഫ്ത്ത് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഈ എൻറ്റയർ ജേണിയിൽ അയാൾ 4 തവണ റെസ്റ്റ് എടുക്കുന്നുണ്ട്. സോ 5 + 5 + 5 + 5 മൊത്തം റെസ്റ്റ് ടൈം എത്രയാ? റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ്. ബാക്കി ഇയാൾ ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുക്കും? ഇയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ, 1 അവറിൽ 10 കിലോമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 കിലോമീറ്റർ പോകാൻ അയാൾ എത്ര സമയം എടുക്കും? 10 കിലോമീറ്റർ പോകാൻ 1 മണിക്കൂർ. 5 കിലോമീറ്റർ പോകാൻ അയാൾ എത്ര സമയം എടുക്കുള്ളൂ? 30 മിനിറ്റ്, 1 മണിക്കൂറിന്റെ പകുതി. അപ്പോൾ അയാൾ സഞ്ചരിക്കാൻ 30 മിനിറ്റ് എടുത്തു, റെസ്റ്റ് ടൈം 20 മിനിറ്റ് എടുത്തു. സോ 30 + 20 50 മിനിറ്റ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇതിലൊരൊറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഇതാണ് സംഭവം. അതായത് എ പേഴ്സൺ വാക്സ് 4/5 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ് ആൻഡ് റീച്ചസ് ഹിസ് ഓഫീസ് 20 മിനിറ്റ്സ് ലേറ്റ്. ഫൈൻഡ് ഹിസ് ഒറിജിനൽ ടൈം ടു റീച്ച് ദ ഓഫീസ്. ഇതിന്റെ ലോജിക്ക് ഞാൻ ആദ്യം പറയാം. അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, ആ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന സ്പീഡ് നമ്മൾ കൂട്ടി, ഭയങ്കര സ്പീഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, സ്പീഡ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ എത്താൻ നമ്മൾ എപ്പോഴായിരിക്കും നമ്മൾ നേരത്തെ എത്തുക? എപ്പോഴായിരിക്കും എത്തുക? നേരത്തെ എത്തും അല്ലെ? സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ യൂഷ്വൽ സ്പീഡിനേക്കാൾ നമ്മളെ സ്പീഡ് കുറവാണെങ്കിൽ നമ്മൾ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും എത്തുക. അപ്പോ ലേറ്റ് ആയിട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സാധാരണ സ്പീഡിലാണ് പോകുന്നത്, നോർമൽ സ്പീഡ്. അപ്പൊ നോർമൽ സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത്, ഒരേ ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്ത് ടി ടൈം കൊണ്ട് എത്തിയെന്ന് വിചാരിക്കാം. നമ്മൾ സ്പീഡ് കൂട്ടി. സ്പീഡ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എത്തി അല്ലെ, ഏർലി എത്തി, അല്ലെങ്കിൽ ബിഫോർ എത്തി, ബിഫോർ ദ ടൈം എത്തി. അങ്ങനെയാണെങ്കിൽ അതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആ ടൈമിനെ നമ്മൾ എങ്ങനെയാ കൺസിഡർ ചെയ്യുക? T- എന്നും പറഞ്ഞിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി നമ്മൾ സ്പീഡ് കുറച്ചു എന്ന് വിചാരിക്കാം. സ്പീഡ് കുറച്ച്, യൂഷ്വൽ സ്പീഡിനേക്കാൾ സ്പീഡ് കുറച്ചു. അപ്പൊ ലേറ്റ് ആയിട്ട് എത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് യൂഷ്വൽ ടൈമിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ T+. അപ്പൊ ഏർലി ആണെങ്കിൽ T-, ലേറ്റ് ആണെങ്കിൽ T+. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി, ഈ പ്രോബ്ലം ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ഒരാള് അയാളുടെ ഓഫീസ് ഇവിടുന്ന് തുടങ്ങി ഇവിടെയാണ് ഓഫീസ് എന്ന് വിചാരിക്കാം. അപ്പൊ ഓഫീസിന്റെ ഡിസ്റ്റൻസ് D ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അയാള് ഏതോ ഒരു സ്പീഡ്, ഇവിടെ സ്പീഡ് അറിയില്ല, ടൈം അറിയില്ല, ഒന്നും അറിയില്ല, ഡിസ്റ്റൻസ് അറിയില്ല, ഒന്നും അറിയില്ല. അതാണ് ഇവിടെ ഈ പ്രോബ്ലത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അയാൾ യൂഷ്വൽ ആയിട്ട് എടുക്കുന്ന സ്പീഡ് S ആണെന്ന് വിചാരിക്കുക. T ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക ഈ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? D = DTS റൂൾ വെച്ചിട്ട് T × S എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താ?
4/5 ഓഫ് ഇറ്റ്സ് യൂഷ്വൽ സ്പീഡ്. അപ്പോൾ യൂഷ്വൽ സ്പീഡ് എസ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്പീഡ് എന്താ? ഇപ്പോഴത്തെ സ്പീഡ് എന്ന് പറയുന്നത് 4/5 എസ് ആണ്. ഓക്കെ, അയാൾ എത്തുന്നത് എവിടെയാ? 20 മിനിറ്റ്സ് ലേറ്റ് ആണ്. ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എടുക്കേണ്ടത്? നമ്മള് ടി പ്ലസ് ആണ് എടുക്കേണ്ടത്. എത്ര മിനിറ്റ് ആണ് ലേറ്റ് ആയത്? 20 മിനിറ്റ്. അപ്പോൾ ടൈം എത്രയാവും? ടി പ്ലസ് 20. അതാണ് ഞാൻ ഈ പ്ലസും മൈനസും പറഞ്ഞത്. അതായത് ലേറ്റ് ആയിട്ടാണ് എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ സ്പീഡ് കുറവായിരിക്കും. നോർമൽ സ്പീഡ് എസ് ആണ്. 4/5 എന്ന് പറയുന്ന എസിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ. 4/5 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 അല്ലേ? അപ്പൊ നോർമൽ സ്പീഡിനേക്കാൾ കുറഞ്ഞ സ്പീഡിലാണ് അയാൾ പോയിട്ടുള്ളത്. അപ്പൊ എന്തായാലും അയാൾ ലേറ്റ് ആയിട്ട് എത്തുള്ളൂ. ലേറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? ടി പ്ലസ് എടുക്കണം. പ്ലസ് എത്രയാ? എത്ര മിനിറ്റ് ആണോ ലേറ്റ് ആയത് അത് അതിന്റെ കൂട്ടി എഴുതാം. സോ ദിസ് ഈസ് ദ കറന്റ് സെനാറിയോ. 4/5 സ്പീഡിൽ പോയി 20 മിനിറ്റ് ലേറ്റ് ആയി. സോ ടി പ്ലസ് 20 ഇൻറ്റു 4/5 എസ് ഈസ് ഈക്വൽ ടു, ഈ ഡിസ്റ്റൻസിൽ വല്ല മാറ്റം ഉണ്ടോ? ഓഫീസും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കില്ലേ? അയാൾ സ്പീഡും അയാൾ എത്തുന്ന ടൈമും അല്ലേ മാറുന്നുള്ളൂ. സോ ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു ഡി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ രണ്ടാളെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് ഇവിടെ എസ് ടി ഉണ്ട്, ഇവിടെ ടി പ്ലസ് 20 4/5 എസ് ഉണ്ട്. സോ എസ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ടി പ്ലസ് 20 ഇൻറ്റു 4/5 എസ്. ഇവിടുത്തെ എസും ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരാ ഉള്ളത്? ടൈം അല്ലേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. സോ ടൈം ഈസ് ഈക്വൽ ടു എന്ത് വരും? ടി ഈസ് ഈക്വൽ ടു 4/5 ടി പ്ലസ്, കറക്റ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. 4/5 വെച്ച് 20നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 വരും. 4 × 4 60. ഇതിൻ്റെ അകത്ത് ടീനെ കണ്ടുപിടിക്കുക. സോ ടി 4/5 ടീനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് ടി മൈനസ് 4/5 ടി ഈസ് ഈക്വൽ ടു 16, വിച്ച് ഇംപ്ലൈസ് എന്താ വരിക? 1/5 ടി ഈസ് ഈക്വൽ ടു 16, വിച്ച് ഇംപ്ലൈസ് ടി ഈസ് ഈക്വൽ ടു 80 മിനിറ്റ്. ഇത് ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? യെസ്, ആൻസർ കുറെ പേര് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണ്. ഇതിന്റെ അകത്ത് ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളോട് ആകെ ഇതിന്റെ അകത്ത് തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് തന്നിരിക്കുന്നത്. ഒന്ന്, ഒരു സ്പീഡിന്റെ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് അല്ലെ? സ്പീഡിന്റെ ഫ്രാക്ഷൻ എത്രയായിട്ടാണ് തന്നിരിക്കുന്നത്? 4/5 ആണ് സ്പീഡിന്റെ ഫ്രാക്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. കൂടാതെ ലേറ്റ് ആയ ടൈം 20 മിനിറ്റും തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂമറേറ്റർ ആദ്യം എഴുതാം, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാം. എത്രയാ? 4ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. ഓക്കെ, ഇൻറ്റു തന്നിരിക്കുന്ന ടൈം. ലേറ്റ് ആണോ ഏർലി ആണോ ഒന്നും നോക്കണ്ട, തന്നിരിക്കുന്ന ടൈം. സോ 4/1 ഇൻറ്റു 20 എത്രയാ? 80 മിനിറ്റ്സ്. ഇതാണ് അതിന്റെ ഷോർട്ട് കട്ട്. അപ്പൊ ഇതേ പാറ്റേണിൽ തരണം കേട്ടോ ക്വസ്റ്റ്യൻ. ഒരാളുടെ യൂഷ്വൽ സ്പീഡിന്റെ ഫ്രാക്ഷനിലാണ് അയാൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്ര സമയം ലേറ്റ് ആയി അല്ലെങ്കിൽ ഇത്ര സമയം ഏർലി ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിനെ തന്നെ കൊടുക്കുക, ഡിനോമിനേറ്റർ ആയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് കൊടുക്കുക, ഇൻറ്റു ടൈം. അതേ പാറ്റേണിലുള്ളൊരു ക്വസ്റ്റ്യൻ ഇത് അവിടെ. ഇഫ് രാജ് വാക്സ് 5/4 of his usual speed, he reaches 10 minutes early. How long does he usually take? Yes, 50. ഏത് മെത്തേഡിൽ ചെയ്താലും 50 കിട്ടുള്ളൂ. എങ്ങനെ കിട്ടിയത്? ശരിക്കുള്ള സ്പീഡ് എസ്, ശരിക്കുള്ള ടൈം ടി. സോ എസ് ഇൻറ്റു ടി ഈസ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, രണ്ടാമത് സംഭവിക്കുന്നത് സ്പീഡ് പോകുന്നത് 5/4 ടൈംസ് എസ്. എന്താ സംഭവിക്കുന്നത്? 10 മിനിറ്റ് ഏർലി. ഏർലി എന്ന് പറഞ്ഞ ടൈം എന്തെടുക്കണം? ടി മൈനസ് എടുക്കണം. സോ ടി മൈനസ് 10. സോ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ടി വിൽ ബി ഗെറ്റിംഗ് ആസ് 50. ഇനി ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എന്താ?
5/4. ന്യൂമറേറ്ററിനെ ന്യൂമറേറ്റർ ആയിട്ട് തന്നെ എഴുതാം. ഡിനോമിനേറ്ററിന് എന്ത് എഴുതാ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു ടൈം എത്രയാ? 10. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 50. അപ്പൊ ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഷോർട്ട് കട്ട് വെച്ചിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് 2 സെക്ഷനാണ് കവർ ചെയ്തത്. ഞാൻ കുറച്ചും കൂടെ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അതിൽ ഒന്ന് പൈപ്പ് ആൻഡ് സിസ്റ്റംസിൽ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു, പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഇനി ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് വെച്ചിട്ട് ആവറേജ് കൺസെപ്റ്റ് വരുന്നുണ്ട്, പിന്നെ ട്രെയിനിന്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ. ഇന്നത്തെ ക്ലാസ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല സർ, ക്ലിയർ ആണ്. ഓക്കെ, സോ നാളെയാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് നാളെയാണോ? അതല്ല, നാളെ നമുക്കില്ല ഒന്നും. ഇല്ല അല്ലെ? ആ, എപ്പോഴത്തേക്ക് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്? തിങ്കളാഴ്ചയാണ് അടുത്ത ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്. മൺഡേ ആണ് ഇത്. ഇത് തന്നെയാ കമ്പനി ആപ്റ്റിറ്റ്യൂഡ് തന്നെയാ? ആ, കമ്പനി ആപ്റ്റിറ്റ്യൂഡ് തന്നെ. ഓക്കെ, അപ്പൊ മൺഡേക്കുള്ളിൽ നമുക്കൊരു സെഷൻ ഇനി എടുക്കാൻ പറ്റില്ല. എന്തായാലും അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് ഇനിയും വരുന്ന വീക്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം കണ്ടുപിടിക്കുക. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് വെറുതെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോ ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ പറ്റും. ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നിങ്ങളുടെ മനസ്സിൽ തന്നെ വരും. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്താലാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇതിൽ സ്പീഡാണ് മെയിൻ ആയിട്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ തന്നു കഴിഞ്ഞാൽ ഇതിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇരുന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും ഒരു മിനിമം ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ ടൈമിനനുസരിച്ച് ഇത് സോൾവ് ചെയ്യാൻ പറ്റണം. അതിനെന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതാണ് ആകെയുള്ള ഒരു സൊല്യൂഷൻ. So that's it for today. Thank you. Good night all. Thank you, sir. Okay.